നമസ്കാരം. ആർത്രൈറ്റിസ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർത്രൈറ്റിസിന് ഇതിനോടകം ഞാൻ പല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ അടിയിലിടാം. ഇനി അതുമല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ മേളിലെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു സീരീസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ വാദത്തിൻ്റെ എല്ലാ വീഡിയോസിനെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഈ സീരീസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്ന രോഗത്തെയാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് സന്ധിവാദം. നമ്മൾ സാധാരണ തന്നെ വാദം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സന്ധിയും കൂടി ചേർത്താണ് പറയുന്നത്. എന്നാൽ എന്താണ് ഈ സന്ധിവാദം? ഈ സാധാരണ എല്ലാം പറയുന്ന വാദം തന്നെയാണോ ഇത് എന്നുള്ളത് നമുക്ക് ഇനി ഒന്ന് പരിചയപ്പെടാം. സന്ധികൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, രണ്ട് അസ്ഥികൾ പരസ്പരം ചേരുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ സന്ധി അഥവാ ജോയിൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എവിടൊക്കെ രണ്ട് അസ്ഥികളുണ്ടോ അവിടെ എല്ലാം ഒരു സന്ധിയുണ്ട്. അത് 3 തരം സന്ധികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. 1 ഇമ്മൂവബിൾ അഥവാ ചലിക്കാത്ത സന്ധികൾ, 2 സ്ലൈറ്റ്ലി മൂവബിൾ അതായത് സ്വല്പം ചലിക്കുന്ന സന്ധികൾ, 3 ഫ്രീലി മൂവബിൾ അഥവാ ഒരുപാട് ചലിക്കുന്ന സന്ധികൾ. ഇങ്ങനെ 3 തരത്തിലാണ്. ഞാൻ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം, കാരണം ചലിക്കാത്ത സന്ധി ഉണ്ടോ എന്ന് ചോദിക്കാം. ഉദാഹരണം ഞാൻ ചെറുതായിട്ട് ഒരുപാട് സന്ധികളുണ്ട് എങ്കിലും ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തലയോട്ടിയിലെ പല അസ്ഥികൾ ചേരുന്നതാണ് നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ആ അസ്ഥികൾ പരസ്പരം ചേരുന്ന ആ ഒരു ഭാഗം ഒരു സന്ധിയാണ് അഥവാ ജോയിൻ്റ് ആണ്. പക്ഷേ അത് ചലിക്കുന്നതായിരിക്കത്തില്ല. നമ്മളുടെ വാരിയലിലും നമ്മളുടെ ഈ സ്റ്റേണം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിന് കൂടുതൽ ചേരുന്ന ഒരു ചെറിയ ജോയിൻ്റ്, അവിടെ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതാണ് സ്ലൈറ്റ്ലി മൂവബിൾ. ഇനി നമ്മളുടെ കൈയുടെ മുട്ടോ കാലിൻ്റെ മുട്ടോ ഒക്കെ നമുക്കറിയാം വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ജോയിൻറ്റ്സ് ആണ്. ഷോൾഡർ ജോയിൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഫ്രീലി മൂവബിൾ. ഇങ്ങനെ 3 തരം സന്ധികളാണുള്ളത്. ഇനി എന്താണ് ഈ സന്ധിവാദം എന്നുള്ളത്? സന്ധിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സന്ധികളിലെല്ലാം തന്നെ സന്ധികൾ കവർ ചെയ്യുന്ന ഒരു സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. അഥവാ ഒരു ചെറിയ ഒരു കുഷനിങ് എഫക്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് ഭക്ഷണവും മറ്റുമൊക്കെ സന്ധികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ചെറിയൊരു ലൈനിങ് ഉണ്ട്. ഈ ലൈനിങ് കവർ ചെയ്യുകയും ഇത് ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാവുകയും അതിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ്, നമുക്കെല്ലാവരും സന്ധികളിലെ ഫ്ലൂയിഡ് വളരെ പരിചിതമായ ഒരു വാക്കാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവുകയും ഇങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ ഈ പരസ്പരം മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അസ്ഥികൾ പരസ്പരം ഉരസാതിരിക്കാനും തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണ് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ എല്ലാം. ഇതാണ് ശരിക്കും ഒരു സന്ധിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ സന്ധിവാദം ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഇതിന് അപകടം സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇനി എങ്ങനെയാണ് സന്ധിവാദം ഉണ്ടാകുന്നത്? ഈ അസ്ഥികൾ പരസ്പരം ഉരസുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വേദനയും നീർക്കെട്ടും മറ്റുമൊക്കെ ഉണ്ടാകുന്നത്. ഇത് എല്ലാ സന്ധികളിലും നമുക്ക് വരാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ സന്ധികളിലും വരാവുന്നതാണ്. പക്ഷേ ഇത് ഉണ്ടാകുന്നത് എങ്ങനെ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രായാധിക്യം. അതായത് നമുക്ക് പ്രായമാവും തോറും നമ്മളുടെ സന്ധികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൂയിഡ് കുറയുകയും, അല്ലെങ്കിൽ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോൾ അസ്ഥികൾ അടുക്കുകയും ഈ സൈനോവിയൽ മെംബ്രെയിൻ കുറയുകയും അങ്ങനെ പരസ്പരം ഉരസുകയും ഇതിനെ പരസ്പരം എല്ലുകൾ തമ്മിൽ മുട്ടായിരിക്കാൻ വേണ്ടിയുള്ളൊരു തരുണാസ്ഥിയുണ്ട് അഥവാ കാർട്ടിലേജ് ഉണ്ട്. ഈ കാർട്ടിലേജ് പരസ്പരം ഉരസുകയും അങ്ങനെ ഉരസി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തേഞ്ഞ് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ സന്ധിവാദത്തിൻ്റെ ആരംഭം. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായാധിക്യമാണ്. ഇനി പ്രായാധിക്യം മാത്രമല്ല ഇതിന് കാരണങ്ങൾ. പ്രായാധിക്യമല്ലാതെ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ 1 സ്വാഭാവികമായിട്ടും അമിതഭാരം. നമുക്ക് ശരീരത്തിന് അമിതഭാരമുള്ളവർ നമ്മളുടെ ശരീരത്തിന് താങ്ങാവുന്ന കൂടുതൽ വെയിറ്റ് നമ്മളുടെ സന്ധികളിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോസസ്സും സംഭവിക്കാം. അസ്ഥികൾ അടുക്കുകയും തരുണാസ്ഥി തേയുകയും അങ്ങനെ തേയ്മാനം അവിടെ സംഭവിക്കാം. പിന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നതാണ് മറ്റെന്തെങ്കിലും ഇഞ്ചുറീസിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, നമ്മളെവിടെയെങ്കിലും ഇടിച്ചു വീഴുക, ഇങ്ങനെയുള്ള മുൻപുണ്ടായിട്ടുള്ള പല അപകടങ്ങളുടെ ഭാഗമായിട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് കാലിൻ്റെ മുട്ടിലോ ഇടുപ്പിലോ ഒക്കെ, അല്ലെങ്കിൽ കൈമുട്ടിലോ എവിടെ വേണമെങ്കിലും ഏത് സന്ധി വേണമെങ്കിലും ഇത് ഉണ്ടാകും. ഇനിയുള്ള മറ്റൊരു കാരണമാണ് റിപ്പീറ്റേറ്റീവ് മൈക്രോ ട്രോമ എന്ന് പറയും. അതായത് സ്ഥിരമായി ഒരു സന്ധിയിലേക്ക് പല ആവർത്തി ഇങ്ങനെ വെയിറ്റ് ചെല്ലുക അല്ലെങ്കിൽ ഭാരം ചെല്ലുക എന്നുള്ള കാരണം. അതായത് പ്രത്യേകിച്ചും സ്പോർട്സ് താരങ്ങൾ, സ്ഥിരമായി സ്പോർട്സിൽ ഏർപ്പെട്ടിരിക്കുന്ന കായിക താരങ്ങൾക്ക്, സ്ഥിരമായി ഭാരമെടുക്കേണ്ടി വരുന്ന ആൾക്കാർ, ഇങ്ങനെ സ്ഥിരമായി ഒരേ സന്ധികളിലേക്ക് കൂടുതൽ തവണ അല്ലെങ്കിൽ പല ആവർത്തി ഭാരം ഏൽക്കുന്ന ആൾക്കാർക്ക് കാലക്രമേണ ഈ പറഞ്ഞ പോലെ ഉണ്ടാവാം. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സന്ധിവാദം ഉണ്ടാവാനുള്ള കാരണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ, ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമല്ല സന്ധിവാദം. നമുക്ക് വർഷങ്ങൾ കൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ തെറ്റായ രീതിയിൽ കിടക്കുന്ന പോസ്റ്റേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന കസേരയുടെ മിസ്റ്റേക്സ്, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ തന്നെ പല സന്ധികളിലേക്കും കൂടുതൽ ഭാരം എത്തിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിലായിരിക്കാം, നമ്മൾ ചിലപ്പോൾ കിടന്ന് വായിക്കുന്ന രീതിയുള്ളവരായിരിക്കാം, ചിലപ്പം മൊബൈൽ ഒരു അമിതമായി തെറ്റായ പോസ്റ്ററിൽ നിന്ന് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ തെറ്റായ പോസ്റ്റർ, തെറ്റായ ഫർണിച്ചേഴ്സ്, ഇതൊക്കെ
ഈ പറഞ്ഞ പോലെ സന്ധിവാതം ഉണ്ടാക്കുന്ന കാരണമാണ്. കാരണം ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ സന്ധികളിലേക്ക് കൂടുതൽ വെയിറ്റും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് കാലക്രമേണ. അങ്ങനെ വർഷങ്ങളുടെ പഴക്കത്തിലൂടെയാണ് നമുക്ക് ഈ ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസസ് ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സന്ധിവാതം നമുക്കറിയാവുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ടും വേദന, നീർക്കെട്ട്, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. ആമവാദവുമായിട്ട് വ്യത്യാസം എന്നുള്ളത് നമുക്ക് ആമവാദത്തെ കുറിച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ കാണത്തില്ല, ഓസ്റ്റിയോആർത്രൈറ്റിസ്. കാരണം ഇത് സാധാരണ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലക്രമേണ ഉണ്ടാകുന്ന തേയ്മാനം കൊണ്ട് വരുന്നതാണ്. ഇത് നമുക്ക് എല്ലാ സന്ധികളിലും, അതായത് നമ്മുടെ കയ്യിൽ, കാലിൽ, വിരലുകളിൽ, കാലിൻ്റെ മുട്ടിൽ, കണങ്കാലിൽ, നമ്മുടെ നട്ടലിൽ, എവിടെ വേണമെങ്കിലും ഉണ്ടാകുന്നേ ഉള്ളൂ. എന്തിന് നമ്മുടെ താടിയലിൽ വരെ ആർത്രൈറ്റിസ് ആണ്, TMJ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സന്ധികളിലും ഉണ്ടാകുന്നതായതുകൊണ്ട് ഇതിനെ പ്രത്യേകിച്ച് ബ്ലഡിൽ നമുക്കൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സിൻ്റെ ചേഞ്ചസ് കാണിക്കുന്നല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേക ടെസ്റ്റോ ആ ടെസ്റ്റിലോ കണ്ടുപിടിക്കാനോ ഒന്നുമില്ല. പക്ഷേ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ സന്ധികളിലേക്ക് കൂടുതൽ ഭാരം ചെല്ലുമ്പോൾ ഉണ്ടാകുന്നതാണ് ശരിക്കും ഈ പറഞ്ഞ തേയ്മാനത്തിനുള്ള ഒരു കാരണം. ഇനി എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ പ്രതിവിധികൾ? ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മെഡിസിൻസ് നോർമലി നമുക്ക് NSAID എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ, പിന്നെ സന്ധികളിലേക്ക് കുത്തിവയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതുപോലെ പിന്നെ ഒരുപാട് തേഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഈ ഫിസിയോതെറാപ്പിയിൽ നമുക്ക് ചെയ്യുന്നത് പറയുന്നത് 3 ഘട്ടമായിട്ട് നേരത്തെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സന്ധികളിലേക്ക് ഈ വെയിറ്റ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്കറിയാം വെയിറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്പോർട്സ് പേഴ്സൺ ആയിരിക്കാം, സ്വാഭാവികമായിട്ട് അവർ ഓടാതിരിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് വെയിറ്റ് വരും എന്നുള്ള കാര്യം അറിയാം. ഇപ്പം വീട്ടമ്മമാരായിരിക്കും, കണ്ടിന്യൂസ് നിപ്പുള്ളവരായിരിക്കും. നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുക, സ്വാഭാവികമായിട്ട് ഒരു 50 വയസ്സ് ഒക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ സന്ധികൾ, നമ്മുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കാനും അത് കഴിയുമ്പോഴത്തേക്ക് സന്ധികളിലേക്ക് വെയിറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരും എന്നറിയാവുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു പെയിൻ അല്ലെങ്കിൽ വേദന ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പിയിൽ ആദ്യം ഈ ഒരു അവസ്ഥയിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഏത് സന്ധിയിലാണോ ആ സന്ധിയിലെ ഒരു എക്സ്റേയോ മറ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പേശിക്കാണ് ബലക്ഷയം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഭാരം എങ്ങോട്ടാണ് കൂടുതൽ കൊള്ളുന്നത് അല്ലെങ്കിൽ എവിടെയാണ് തേയ്മാനം വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ വ്യായാമം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അസുഖം അല്ലെങ്കിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കത്തില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ തേയ്മാനം സംഭവിച്ചു, ഇപ്പോൾ നമ്മൾ ഇത് കുറേ കാലം നമ്മൾ കൊണ്ടു കാണുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ വേദനയെ നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്നു. രോഗത്തെ ചികിത്സിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വേദന മാറുകയും രോഗം കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെത്തി കഴിയുമ്പോഴത്തേക്കും രോഗിയായി നമുക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യുന്നത് ഫിസിയോതെറാപ്പിയിൽ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പം നമുക്ക് ഇപ്പം നീർക്കെട്ടാണെന്നുണ്ടെങ്കിൽ നീർക്കെട്ട് മാറാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ്, അതായത് അൾട്രാസൗണ്ട് പോലെയുള്ളോ ലേസർ പോലെയുള്ളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ആ നീർക്കെട്ട് മാറ്റുകയും, ഇനി അഥവാ ചെറിയ ക്ഷതമോ മുറിവോ ഉണ്ടെങ്കിൽ അത് കരിക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് നമ്മൾ ഉള്ളിലെ കാര്യം പറയുന്നത്, അത് കരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ആ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ തേയാതിരിക്കാൻ, തേഞ്ഞത് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗ്ഗമൊന്നുമില്ല, പക്ഷേ കൂടുതൽ തേയാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കൂടുതൽ തേയാതിരിക്കാനുള്ള ആ സമയത്ത് കൊടുക്കേണ്ട വ്യായാമങ്ങൾ നമ്മൾ കൊടുക്കും. അങ്ങനെ ആ വ്യായാമത്തിലൂടെ വീണ്ടും അവർക്ക് നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റും. ഇനി മൂന്നാമത്തെ ഘട്ടം, കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോയി. ഈ എക്സ്റേ എടുക്കുമ്പോൾ ഒട്ടും മുട്ട് മടക്കാൻ വയ്യ, അല്ലെങ്കിൽ ഒട്ടും ഭാരം കൊള്ളാൻ കഴിയുന്നില്ല, കാലിൻ്റെ മുട്ടായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഹിപ്പിലായിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ നമ്മൾ ചെയ്യുന്നതിന് റീഹാബിലിറ്റേഷൻ, അതായത് പുനരധിവാസ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയും. അവിടെ നമ്മൾ എന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് സന്ധി മാറ്റി വയ്ക്കുക എന്നുള്ള ഘട്ടമേ ഉള്ളൂ. അപ്പോൾ സന്ധി മാറ്റി വയ്ക്കുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് സന്ധി മാറ്റി വയ്ക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. എങ്കിൽ ഞാൻ ഒരു ഒറ്റ വാക്ക് പറയാം. ഒരുപാട് കാലങ്ങളായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സന്ധിയാണ് നിങ്ങൾ മാറ്റി വയ്ക്കാൻ പോകുന്നെങ്കിൽ മാറ്റി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ പേശികൾക്ക് ബലം വരേണ്ട വ്യായാമങ്ങൾ ചെയ്യുക. കാരണം ഇതൊന്നും വേദനിക്കുന്നതൊന്നുമല്ല. കാരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും നടക്കാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പം പലപ്പോഴും പറയാറുണ്ട് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പരാജയമായിരുന്നു. ഒരിക്കലും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പരാജയമല്ല, അത് വിജയം തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് ചെയ്യേണ്ട ഈ പ്രീ ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി ചെയ്യാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടമാണ് നിങ്ങൾ പ്രീ ഓപ്പറേറ്റീവ് എക്സസൈസ് കൊടുക്കുക, അതിനുശേഷം മുട്ട് മാറ്റി വയ്ക്കുക. മുട്ട് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നിങ്ങളെ ആ മാറ്റി വെച്ച മുട്ട് കൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി ചെയ്യണം. അതാണ് നമുക്ക് റീഹാബിലിറ്റേറ്റീവ് ഫേസ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ സാധാരണ ഫിസിയോതെറാപ്പി കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഈ സന്ധിവാതം ഉള്ളവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്ഥിരം പറയാറുള്ളത് തന്നെ ഐസ് പാക്ക്.
ഐസ് പാക്ക് ഈ പറഞ്ഞ നീർക്കെട്ടിനും വേദനയ്ക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഇത് വാദമല്ലയോ, വാദത്തിന് തണുപ്പ് പറ്റുമോ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട. സന്ധിവാതത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ പറഞ്ഞ ഐസ് പാക്സ്. ഐസ് പാക്ക് ഒരുപാട് സമയം വെക്കണമെന്നില്ല, ഒരു 5-10 മിനിറ്റ് ഇടയ്ക്ക് മാത്രം വെച്ചാൽ മതി. പക്ഷേ ഒരു ദിവസം പല ആവർത്തി വെക്കുന്നതിലാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് പല ആവർത്തി നിങ്ങൾ ഐസ് പാക്സ് വെക്കുക. ഏത് സന്ധി ആയിക്കോട്ടെ, വിരലായിക്കോട്ടെ, തോളായിക്കോട്ടെ, ഹിപ്പായിക്കോട്ടെ, മുട്ടായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഐസ് പാക്സ് വെക്കാമെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ ഫിസിയോതെറാപ്പിയിൽ കൂടെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. ഇനി സന്ധിവാതത്തിന് വേണ്ടിയുള്ള വ്യായാമങ്ങൾ, ഓരോ സന്ധിക്കും ഏതൊക്കെ തരത്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് വിശദമായി പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓരോരോ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും ഇടാം. മുട്ടിന് അങ്ങനെ ഓരോ സന്ധിക്ക് വേറെ ആയതുകൊണ്ട് തന്നെ, അപ്പോൾ അങ്ങനെ ഞാൻ അതിനുള്ള വീഡിയോസ് ഞാൻ വേറെ ഇടാം. അപ്പം അത് പുറകാലെ വരും. ആർത്രൈറ്റിസിൻ്റെ സീരീസിലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും കാണുന്നതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.